പ്രീമിയർ ലീഗൊക്കെ തിരിച്ചു വന്നു. ലിവർപൂളിൻ്റെ ഫസ്റ്റ് മാച്ച് ബേൺമൗത്തിനെതിരെയായിരുന്നു. അത് ആൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരുന്നു ആ ഒരു മാച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു മാച്ചിൽ ഫുട്ബോളിൽ തന്നെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം വീണ്ടും നടന്നു. ഓക്കെ, സെമന്യോ എന്ന് പറഞ്ഞിട്ടുള്ള ബേൺമൗത്തിൻ്റെ ഒരു വിങ്ങറിനെതിരെ റേഷ്യലി അബ്യൂസ് ചെയ്തു ലിവർപൂളിൻ്റെ കളി കാണാമെന്നൊരു ഓഡിയൻ. ഓക്കെ, 19 വയസ്സുണ്ട്, അയാൾക്കൊക്കെ എന്തിൻ്റെ കേടാണോ എന്തോ. ഓക്കെ, എന്തായാലും അതായത് സെമന്യോ ഒരു ത്രോയിൻ എടുക്കാൻ വന്ന സമയത്ത് ഈ ഒരു ഓഡിയൻ എന്തോ പുള്ളിനോട് പറഞ്ഞു, റേഷ്യലി എന്തോ പറഞ്ഞു. ഓക്കെ, സെമന്യോ അത് വളരെ കൃത്യമായിട്ട് റഫറി അറിയിച്ചു. റഫറി സ്പോട്ടിൽ കളി നിർത്തിവെച്ചു. 28ാമത്തെ മിനിറ്റിൽ കളി നിർത്തിവെച്ചു. ബേൺമൗത്തിൻ്റെ കോച്ചിനെയും ലിവർപൂളിൻ്റെ കോച്ചിനെ രണ്ടുപേരെയും വിളിച്ചു വരുത്തി, അതായത് സ്ലോട്ടിനെയും ആൻ്റണിയെയും വിളിച്ചു വരുത്തിയിട്ട് എന്നിട്ട് തീരുമാനമെടുക്കാൻ പറഞ്ഞു. റഫറി തീരുമാനമെടുത്തു. പോലീസിനെ ഉപയോഗിച്ച് ആ ഒരു ഓഡിയനെടുത്ത് പുറത്ത് കളഞ്ഞു. ഓക്കെ, വളരെ കൃത്യമായിട്ടുള്ള നമ്മൾ ആ ഒരു റഫറിക്ക് വളരെ വലിയൊരു റെസ്പെക്റ്റ് കൊടുക്കണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു അത്. സെമന്യോ എങ്ങനെ റിപ്ലൈ കൊടുത്തത് അതിന്? 2 ഗോൾ സ്കോർ ചെയ്ത്, 2 ഗോളിന് ബേൺമൗത്ത് ഡൗൺ ആയിരുന്നു. സെമന്യോ 2 ഗോൾ സ്കോർ ചെയ്തതിന് റിപ്ലൈ കൊടുത്തു. ഫുട്ബോളിൽ ഒരിക്കലും ഫുട്ബോൾ പ്ലേയേഴ്സിനെ ഇങ്ങനെ റേഷ്യലി അബ്യൂസ് ചെയ്തിട്ടൊന്നും തളർത്താൻ പറ്റില്ല. അവർ വീണ്ടും ഫോമൊക്കെ ആവേ ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഇതിന് മുമ്പ് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പക്ഷേ പിന്നെ അദ്ദേഹം ഈക്വലൈസ് ചെയ്തു. പിന്നെ നമ്മുടെ ചിയസയും മുഹമ്മദ് സലയും ഗോൾ സ്കോർ ചെയ്ത് ലിവർപൂൾ 4-2 എന്നുള്ള സ്കോറിന് വിജയിച്ചു. പിന്നെ ഈ ഒരു മാച്ചിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോഗോ ജോട്ട മരണപ്പെട്ടതിന് ശേഷം ആൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഫസ്റ്റ് ഒഫീഷ്യൽ മാച്ചാണ്. അതുകൊണ്ട് തന്നെ ഡിയോഗോ ജോട്ടക്കും അദ്ദേഹത്തിൻ്റെ ബ്രദറിനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റും. അപ്പോൾ മൊത്തത്തിലൊരു ബ്യൂട്ടിഫുൾ മാച്ച് ആയിരുന്നു ഇത്.